ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ക്യാൻസർ സർവൈവറാണെന്ന് പങ്കുവച്ചിരുന്നു. ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് ക്യാൻസർ വന്നത്. ഈ ക്യാൻസർ വരാനുണ്ടായ കാരണം, ഇതിൻ്റെ സിംറ്റംസ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ആരുടെയും അശ്രദ്ധ മൂലം ഇനി ആർക്കും ഇത്തരത്തിൽ ക്യാൻസർ വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കുമല്ലോ. 2022 ഫെബ്രുവരി 22 അതിമനോഹരമായ ദിവസം. ന്യൂബോൺ പേരൻസായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്വപ്നം ഭൂമിയിലേക്ക് പിറന്നിറങ്ങിയ ദിവസം. ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചതുപോലെ തന്നെ സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് ഞങ്ങൾക്ക് പിറന്നു. സുഖപ്രസവത്തിന് ആഗ്രഹിച്ച ഞങ്ങൾക്ക് 2 മണിക്കൂറിൻ്റെ ഇടവേളയിൽ എമർജൻസി സിസേറിയൻ ചെയ്യേണ്ടി വന്നു. കാരണം കുഞ്ഞ് മെക്കോണിയം സ്റ്റേജായി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുഞ്ഞു വയറ്റിൽ അപ്പിയിട്ടു. ഇനിയും കുഞ്ഞു വയറ്റിൽ തുടർന്നാൽ ഒരുപക്ഷെ അപ്പി ഭക്ഷിക്കുവാനും പിന്നീടത് ഇൻഫെക്ഷനിലേക്കും കുഞ്ഞിൻ്റെ മരണത്തിന് വരെ കാരണമായേക്കാം എന്നതിനാൽ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്ത് എടുത്തു. പുറത്ത് കാത്തു നിന്ന ഹസ്ബൻഡിൻ്റെയും വീട്ടുകാരുടെയും അരികിലേക്ക് കുഞ്ഞിനെ എത്തിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തിയുടെ നിമിഷങ്ങളായിരുന്നു ആ കടന്നുപോയത്. പിന്നീട് അങ്ങോട്ട് സമയം പോകുന്നതേ അറിയുന്നില്ല. കുഞ്ഞിൻ്റെ കലപില കരച്ചിലും ഓരോ അനക്കങ്ങളും ന്യൂബോൺ പേരൻസായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൗതുകങ്ങൾ ഉണർത്തി. അങ്ങനെ ഹോസ്പിറ്റൽ വാസമൊക്കെ അവസാനിപ്പിച്ച് ഡിസ്ചാർജ് വാങ്ങി പുറത്തിറങ്ങാൻ സമയമായപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു: പ്ലാസൻ്റ റിമൂവ് ചെയ്തിട്ടുണ്ട്, പേടിക്കാനൊന്നുമില്ല, മുറിവ് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ ശ്രദ്ധിക്കണം, ഇനി അടുത്തത് നമുക്ക് കുഞ്ഞിൻ്റെ ഇഞ്ചക്ഷൻ്റെ സമയത്ത് കാണാം. ഇത്രയുമാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഇറങ്ങി. പിന്നീട് വളരെ സന്തോഷമായിട്ട് സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. കുഞ്ഞിന് ഏകദേശം 2 മാസം പ്രായമായപ്പോൾ തൊട്ട് എനിക്ക് ചെറുതായി ബ്ലീഡിങ് വരാൻ തുടങ്ങി. അന്വേഷിച്ചപ്പോൾ നോർമലി ഡെലിവറി കഴിഞ്ഞ പെൺകൊച്ചുങ്ങൾക്ക് ഇത് പോയി തീരേണ്ടതാണെന്ന് കേട്ടപ്പോൾ ഓക്കെ ഫൈൻ എന്ന മട്ടിൽ ഞാനതിനെ കണ്ണടച്ചു വിട്ടു. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും ബ്ലീഡിങ് കൂടുന്നു എന്നല്ലാതെ എനിക്ക് കുറയുന്ന യാതൊരു ലക്ഷണവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ടെൻഷൻ മാറ്റാൻ ഞങ്ങൾ ഡോക്ടറിനെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിൽക്കും ഇത്. ഡെലിവറി കഴിയുമ്പോൾ ചില പെൺകുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നൽകി പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ എന്നെ തിരിച്ചയച്ചു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു കൈ ചുരുട്ടി പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വലിപ്പത്തിൽ വലിയൊരു ബ്ലഡ് ക്ലോട്ട് വെജേനയിൽ നിന്ന് വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ വളരെയധികം ഭയന്നുപോയി എന്ന്. കാരണം ഏറ്റവും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിത്. ഞങ്ങൾ അന്ന് തന്നെ ഡോക്ടറിനെ വീണ്ടും പോയി കണ്ടു. സ്കാൻ ചെയ്തു, റിപ്പോർട്ട് എടുത്ത് ഡോക്ടറിനെ കണ്ടപ്പോൾ മോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞാൻ ഇതിനു വേണ്ടി ബ്ലഡ് നിൽക്കാൻ വേണ്ടി ഒരു മെഡിസിൻ നൽകാമെന്ന് പറഞ്ഞ് മരുന്ന് നൽകി ഞങ്ങളെ പറഞ്ഞയച്ചു. മെഡിസിൻ കഴിച്ചെങ്കിലും അതിന് ബലമൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം വീണ്ടും വീണ്ടും ക്ലോട്ടിൻ്റെ എണ്ണം കൂടുന്നു എന്നല്ലാതെ കുറയുന്ന യാതൊരു ലക്ഷണവുമില്ല. അതുകൂടാതെ തന്നെ ഞാൻ വളരെയധികം ക്ഷീണിതയായി തുടങ്ങി. കുഞ്ഞിന് പാല് കൊടുക്കുന്നത് കൊണ്ടും ഉറക്കം ശരിയാകാത്തത് മൂലവുമായിരിക്കാം എനിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ പോയപ്പോൾ നമ്മളൊരു പൈപ്പ് തുറക്കുമ്പം വെള്ളം വരില്ലേ, അതേ ലാഘവത്തോടെ ഒരു 5 മിനിറ്റ് എൻ്റെ ശരീരത്തിൽ നിന്നും ബ്ലഡ് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അമ്മച്ചീനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ ട്രിപ്പിട്ട് എന്നെ കിടത്തി. അവർ പറഞ്ഞു, 1/2 മണിക്കൂറത്തെ ഗ്ലൂക്കോസ് കയറ്റിയതിന് ശേഷം പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ഇത്രയും ചെയ്യാനേ സാധിക്കുകയുള്ളൂ, നിങ്ങൾ നാളെ ഒരു ഡോക്ടറിനെ കാണുന്നതായിരിക്കും നല്ലതെന്ന്. പിറ്റേ ദിവസം ഡോക്ടറിനെ കണ്ടു, വീണ്ടും സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്യുമ്പോൾ വയറ്റിൽ എന്തോ ഒരു ചെറിയൊരു ഉണ്ട പോലെ കിടക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പോയി തീരേണ്ടതാണ്. വീണ്ടും പഴയ അതേ വാക്കുകൾ ആവർത്തിച്ചു. അങ്ങനെ വീണ്ടും പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് വേറൊരു മെഡിസിൻ നൽകി ഞങ്ങളെ പറഞ്ഞയച്ചു. പക്ഷെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തൊട്ട് എനിക്ക് കട്ടിലേന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വളരെയധികം ക്ഷീണം തോന്നി തുടങ്ങി.
കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ജോലിക്ക് പോയ ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി, ഇനിയും ഇങ്ങനെ തുടങ്ങിയാൽ ഒരുപക്ഷെ ഞാൻ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട് എന്ന് ഞാൻ അറിയിച്ചു. കുറച്ചു നാളായി പേടി മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നതിനാലാകാം എൻ്റെ ഹസ്ബൻഡ് എന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോഴെൻ്റെ HB 6 യൂണിറ്റായി. തൊട്ടടുത്ത് നിന്ന നേഴ്സുമാരും ഡോക്ടറും ഒക്കെ വളരെയധികം ഭയപ്പെട്ടു. എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് 6 യൂണിറ്റ് ബ്ലഡ് എത്തിയത്? സ്കാൻ റിപ്പോർട്ടും കൂടിയും ഡോക്ടർ വായിച്ചു നോക്കിയപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കൊള്ളുക, ഇവിടെ നിങ്ങൾ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അയച്ചു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിയെങ്കിലും എൻ്റെ സ്റ്റേജ് വളരെ മോശമായതിനാലാവാം അവരും കൈയൊഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ആംബുലൻസ് ഏർപ്പെടുത്തി ഒന്നെങ്കിൽ മംഗലാപുരത്തേക്ക് അല്ലെങ്കിൽ കണ്ണൂർ ആസ്റ്ററിലേക്ക് എത്രയും വേഗം എത്തുക എന്ന് ഞങ്ങളോട് പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ കണ്ണൂർ ആസ്റ്ററിൽ എത്തിയപ്പോഴേക്കും എൻ്റെ HB കൗണ്ട് 3 യൂണിറ്റായി തീർന്നു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ടാകാം ഞാൻ കോമ സ്റ്റേജിലേക്ക് എത്തിയില്ല. അവിടെ ചെന്നയുടനെ ബ്ലഡ് സപ്പോർട്ട് നൽകി. പക്ഷേ കയറ്റുന്ന ബ്ലഡെല്ലാം അതുപോലെ ഇറങ്ങിപ്പോവുകയാണ്. എന്താണ് റീസൺ എന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എത്തി റൗണ്ട്സ് നടത്തുമ്പോൾ പെട്ടെന്ന് തന്നെ കയറ്റിയ ബ്ലഡ് അതുപോലെ വീണ്ടും വീണ്ടും ഇറങ്ങിപ്പോവുകയാണെന്ന് കണ്ടപ്പോൾ സംതിങ് വെൻ റോങ് എന്ന് ഡോക്ടറിന് തോന്നി. അദ്ദേഹം എമർജൻസി ആയിട്ട് DNC ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ DNCയിലൂടെ എനിക്ക് സംഭവിച്ചത് മോളാർ പ്രഗ്നൻസിയും അതിനെ തുടർന്ന് വന്ന കൊറിയോകാർസിനോമ എന്ന ക്യാൻസർ സ്റ്റേജുമാണെന്ന് ഡോക്ടർ തിരിച്ചറിഞ്ഞു. അതായത് എമർജൻസി സിസേറിയൻ്റെ സമയത്ത് പ്ലാസൻ്റ മുഴുവനുമായി റിമൂവൽ ചെയ്യാൻ പറ്റാതെ അല്പം കിടന്ന പ്ലാസൻ്റയിൽ പറ്റിപ്പിടിച്ചു ഉണ്ടാകുന്നതാണ് മോളാർ പ്രഗ്നൻസി. ഈ മോളാർ പ്രഗ്നൻസി പിന്നീട് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അത് ഒരു ക്യാൻസർ സ്റ്റേജ് ആവുകയും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പേഷ്യൻ്റ് കടക്കുകയും ചെയ്യും. ഇതാണ് എനിക്ക് സംഭവിച്ചത്. അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ആണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിങ്ങനെ എന്തെങ്കിലും ബ്ലീഡിങ് വരുമോ എന്തെങ്കിലും ഡൗട്ടൊക്കെ തോന്നുമ്പോൾ നമ്മൾ നമ്മുടെ HCG ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതായത് നോർമലി പ്രഗ്നൻ്റ് അല്ലാത്ത ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം <0 ബീറ്റ HCG ലെവൽ വരേണ്ടത്. പ്രഗ്നൻ്റ് ആയ ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം അത് 2 ലക്ഷം വരെ ബീറ്റ HCG യൂണിറ്റ് എത്താം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്ലാസൻ്റ കൃത്യമായിട്ട് റിമൂവൽ ചെയ്യാതെ അതിൻ്റെ അകത്ത് പറ്റിപ്പിടിച്ചിരുന്ന പ്ലാസൻ്റ വളർന്ന് മോളാർ പ്രഗ്നൻസി ആയി കൊറിയോകാർസിനോമ ആയി തീർന്നപ്പോഴേക്കും അത് ബീറ്റ HCG യൂണിറ്റ് 18 ലക്ഷം ആയി തീർന്നു. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് അങ്ങനെയാണ് എനിക്കായത്. ഡോക്ടേഴ്സ് പറഞ്ഞത് അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നേരം വെളുക്കുമ്പോൾ ഞാൻ ഈ ലോകത്ത് ഉണ്ടാകില്ലെന്നാണ്. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് നമ്മൾക്ക് അറിവില്ലായ്മ മൂലം നമ്മുടെ കാര്യങ്ങൾ എത്തപ്പെട്ടിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 കേസുകളിൽ ഒന്നായിട്ട് ഇത് അടയാളപ്പെടുത്തപ്പെട്ടു. കാരണം ഇതിനു മുമ്പ് ഈ കൊറിയോകാർസിനോമ എന്നുള്ള ഒരു അസുഖം ക്യാൻസർ സ്റ്റേജ് എത്തിയത് അമേരിക്കയിലുള്ള ഒരു പെൺകുട്ടിക്കാണ്. 15 ലക്ഷമാണ് അപ്പോഴും വന്നെത്തിയത്. പക്ഷേ ഇത് അതുക്കും മേലെ 2 ലക്ഷം യൂണിറ്റ് കൂടി കൂടുതലായി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ്, എന്തോ ദൈവാനുഗ്രഹം എന്നൊക്കെ പറയാം. ഇന്നും ഉണ്ടായ കാരണം അതാണ്. ഈ കൊറിയോകാർസിനോമയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്താണ്. വെറും 6 ആഴ്ച കൊണ്ടാണ് മോളാർ പ്രഗ്നൻസി എന്നത് എനിക്ക് ക്യാൻസർ സ്റ്റേജായിട്ട് തീർന്നത്. മറ്റേത് ക്യാൻസറും 1-2 വർഷം കൊണ്ട് വളരെ സീരിയസ് ആകുന്നതാണ് എങ്കിൽ ഇത് നേരെ മറിച്ച് വളരെ പെട്ടെന്ന് തന്നെ ആളെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണിത്. സോ എപ്പോഴും ഡെലിവറിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഹോസ്പിറ്റൽ തന്നെയായിരിക്കണം. പിന്നെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഇത്തരത്തിൽ ചെറിയ എന്തെങ്കിലും സിംറ്റംസ് കണ്ടാൽ പോലും
അവ ഡോക്ടറിനെ എമർജൻസി ആയിട്ട് പോയി കാണുകയും ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള റീസൺ കണ്ടെത്തി അതിനുള്ള കാര്യങ്ങൾ തുടർന്ന് ചെയ്യുകയും വേണം. എനിക്ക് സംഭവിച്ച ഈ ഒരു ദുരന്തം ആർക്കും സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിത് പങ്കുവെച്ചത്. ഏകദേശം ചെറുതും വലുതുമായ 20 കീമോ ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഓക്കെ ആയത്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും, നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും ഈ ഒരു അസുഖം ആരുടെയും അശ്രദ്ധ മൂലം വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.